സ്വർഗത്തിനൊരു വയ്യേ സബുലോകത്തിൻ സബബേ സന്മാർഗത്തിൻ വിത്തേ കാരുണ്യക്കനിമര റസൂലുള്ളാഹേ താരുണ്യ തിരുവോര ഹബീബുള്ളാഹേ നൂറേ നബിയോരെ സ്നേഹം ഒഴുകും തേനാരെ നൂറേ നബിയോരെ സ്നേഹം ഒഴുകും തേനാരെ നാളെ ശംസാളം വാളിൽ തളരേകും താരെ നാളെ ശംസാളും നാരിൽ തണരേകും താരെ സല്ലല്ലാഹു അലൈക ഹബീബി സല്ലല്ലാഹു അലൈക നസീബി സല്ലല്ലാഹു അലൈക ഹബീബി സല്ലല്ലാഹു അലൈക നസീബി കാരുണ്യത്തെ ഈമാന റസൂലുള്ളാഹേ താരുണ്യ തിരുവോര ഹബീബുള്ളാഹേ കരളെ പൊൻതരുളെ അലിവരുളും അജബിൻ പൊരുളെ കരളെ പൊൻതരുളെ അലിവരുളും അജബിൻ പൊരുളെ നിനവേ എൻ കനവേ ഒന്നരികിൽ വരുമോ ജീവേ നിനവേ എൻ കനവേ ഒന്നരികിൽ വരുമോ ജീവേ സല്ലല്ലാഹു അലൈക ഹബീബി സല്ലല്ലാഹു അലൈക നസീബി സല്ലല്ലാഹു അലൈക ഹബീബി സല്ലല്ലാഹു അലൈക നസീബി കാരുണ്യക്കനിമര റസൂലുള്ളാഹേ താരുണ്യ തിരുവോര ഹബീബുള്ളാഹേ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് സജാദ് ഗാനം ഹൈറ് പൂത്ത പൂമരം തിരുനബിനരിൻ സരം ഏകിയാഗയം ഗുണം മധുരിതരോഹിൻ വരം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറെ മാരിഹായ് മുന്തിയൊരിസ്മിൻ താളമായി സഞ്ജരി പോകാൻ മോഹമായി വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറെ മാരിഹായ് മുന്തിയൊരിസ്മിൻ താളമായി സഞ്ജരി പോകാൻ മോഹമായി അയകത്ത മഹമൂദിൻ അരികത്തല്ലണയേണം അയകത്ത മഹമൂദിൻ അരികത്തല്ലണയേണം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറെ മാദിഹായ് മുന്തിയൊരിസ്മിൻ താളമായി സഞ്ജരി പൂകാൻ മോഹമായി തങ്ങളെ തോഹ നിലാവേ തണലു നൽകിയുമോ പാവമീനാൻ പാടിടുന്ന പാട്ടു കേട്ടിടുമോ ധന്യമദീന നാട്ടിലോമ പൂവായ കണ്ണിമ ചിമ്മ നാട്ടിത് നൂറ് നോക്കിടാം താരര മണ്ണിലിറങ്ങണ മുകിലിൻ തൂവലിൽ പൊയ്യുവഴിഞ്ഞിനി കാത്തു കാത്തിര പകലും നിക്കിട ഇരുളിൽ ഞാനണയുന്നു നബിയെ ദയം വേദന കൊന്നു നിധിയെ ഇന്നോളം ചെയ്ത പാവങ്ങൾ ഇവനിൽ ആരിയേറ്റുന്നു തനിയെ വൈകളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാദിഹായ് മുന്തിയൊരിസ്മിൻ താളമായി സഞ്ജ
സന്നിധി പൂകാൻ മോഹമായി തങ്ങളെ തോഹ നിലാവേ തണലു നൽകിരുമോ പാവമീനാൻ പാടിരുന്ന പാട്ടു കേട്ടിരുമോ മായകലോകം തന്നൊരു സ്വർഗ കിനാവല്ല മാഞ്ഞുമറിഞ്ഞ കൽബിലൊരിഷ്ടി നൂറാവാൻ സൈദരെ ഞാൻ തെറ്റുകൾ പറഞ്ഞാൽ പോരയോ സ്നേഹസ്വലാത്തിലണിഞ്ഞു കഴിഞ്ഞ എന്നെ നോക്കുമോ സകലം വിട്ടൊഴിഞ്ഞു ഞാനണയാ സഗീതം ചേർത്തിരുത്തുവാൻ കരയാ സുഹൃതം പെയ്ത ഊഹിന്റെ അരികിൽ സദയം ഞാനിരുന്നു കാതോർക്കാം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാദിഹായ് മുന്തിയൊരു സെമിൻ താളമായി സന്നിധി പോകാൻ മോഹമായി. അസ്സലാമു അലൈക്കും. ഹുദാനിധി ഹരം പൂവ് നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹരം പൂവ് ചന്ദാരച്ചാരത്ത് ത്വഹ എന്തഴകെന്നോ ചെമ്മാനച്ചേലുള്ള പൂങ്കാവന്തജബെന്തോ കിനാവ് തന്നില്ല മദീന കണ്ടില്ല കിനാവ് തന്നില്ല മദീന കണ്ടില്ല നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹരം പൂവ് നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹരം പൂവ് ആലമിൽ ആരാവിൽ ചിന്തിടും നീലരാവിൽ ആലമിൽ ആരാവിൽ ചിന്തിടും നീലരാവിൽ പുഞ്ചിരിച്ചൊരു നേരത്ത് 1000 കമറരികത്ത് പുഞ്ചിരിച്ചൊരു നേരത്ത് 1000 കമറരികത്ത് ഇലാഹ് തന്നുള്ള ജീവേ ആമീൻ നബി തൻ്റെ മോനെ മാനത്ത മാലകമാരെ ആനന്ദം കൊള്ളിച്ച മീമേ നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹരം പൂവ് നബി നബി നിലാവ് നൂറ് ഹുദാനിധി ഹരം പൂവ്. അസ്സലാമു അലൈക്കും. സയ്യിദുൽ അംബിയാ ഖാതമുൽ മുർസലീൻ സയ്യിദുൽ അംബിയാ ഖാതമുൽ മുർസലീൻ. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. ഇരപകൽ ഭേദമന്യ തിരു ഹബീബിൻ റൗല തേടി ഒരു നാൾ ഞാനും മദീന പോകും. തടയരുതെന്നെ പാപി എന്ന പേരിൽ തങ്ങളെ തടയണ തീർത്തു തകർക്കല്ലേ എനിക്കിനാക്കളെ. പറയാനർഹതയില്ലെന്നറിയാമെങ്കിലും പല നാളായി കൊതിച്ചൊരാഗ്രഹമാ തിങ്കളെ. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. ഇരപകൽ ഭേദമന്യ തിരു ഹബീബിൻ റൗല തേടി ഒരു നാൾ ഞാനും മദീന പോകും. കവികൾ കുറിച്ച വരികളിൽ മദീന താരമേ കവിതകൾ പാടി നടക്കും സുവർഗ തീരമേ. കവികൾ കുറിച്ച വരികളിൽ മദീന താരമേ കവിതകൾ പാടി നടക്കും സുവർഗ തീരമേ. ആ സവിധം പതിഞ്ഞ ഹജറിനും മഹത്വമാ ആ സവിധം പതിഞ്ഞ ഹജറിനും മഹത്വമാ
അവിടെ വളർന്ന് മുൾച്ചെടിക്കും അഹങ്കാരമാ, അവിടെ വളർന്ന് മുൾച്ചെടിക്കും അഹങ്കാരമാ. അരികിൽ ഹബീബരുണ്ടെന്നതവര നേട്ടമാ. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. ഇരപകൽ ഭേദമന്യ തിരു ഹബീബിൻ റൗള തേടി ഒരു നാൾ ഞാനും മദീന പോകും. ആരംഭപ്പൂവായി വിരിഞ്ഞ സ്വർഗദേശമേ, അശിഖു റസൂലിൻ മുന്നിൽ തുറന്ന ബാബുമേ. ആരംഭപ്പൂവായി വിരിഞ്ഞ സ്വർഗദേശമേ, അശിഖു റസൂലിൻ മുന്നിൽ തുറന്ന ബാബുമേ. അനുരാഗം പെരുത്തൊരാശിക്കാം റഷീദരേ, അനുരാഗം പെരുത്തൊരാശിക്കാം റഷീദരേ. അവിടെ കടുപ്പിക്കുവാൻ ഭയന്ന സത്യമേ, ഇഷ്കെന്തെന്നറിയാൻ ഇരുണ്ട കൽവിവന. എന്തു പറയാനാ മദീനയിൽ വന്നു കരയാനാ, മദീനയിൽ വന്നു കരയാനാ. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. ഇരപകൽ ഭേദമന്യ തിരു ഹബീബിൻ റൗള തേടി ഒരു നാൾ ഞാനും മദീന പോകും. തടയരുതെന്നെ പാപി എന്ന പേരിൽ തങ്ങളെ, തടയണ തീർത്ത് തകർക്കല്ലേ എൻ കിനാക്കളെ. പറയാനർഹതയില്ലെന്നറിയാമെങ്കിലും, പറയാനർഹതയില്ലെന്നറിയാമെങ്കിലും പല നാളായി കൊതിച്ചൊരാഗ്രഹമാ തിങ്കളെ. ഇബ്നു ബത്തൂത്ത പോയ സാഹസിക യാത്ര പോലെ ഒരു നാൾ ഞാനും മദീന പോകും. ഇരപകൽ ഭേദമന്യ തിരു ഹബീബിൻ റൗള തേടി ഒരു നാൾ ഞാനും മദീന പോകും. അസ്സലാമു അലൈക്കും. അജബേറും ത്വഹ റസൂലിൻ അയകേറും കരളിൻ കഷ്ണം അഖിലാണ്ടം പാടക്കുവാൻ കാരണക്കാരൻ നബിയുടെ കൺമണിത്തേനെ. അജബേറും ത്വഹ റസൂലിൻ അയകേറും കരളിൻ കഷ്ണം അഖിലാണ്ടം പാടക്കുവാൻ കാരണക്കാരൻ നബിയുടെ കൺമണിത്തേനെ. മൊഞ്ചേറും ഫാത്തിമ ബീവി മൊഹബത്തേറും അലിയാരെ പൂവി, മൊഞ്ചേറും ഫാത്തിമ ബീവി മൊഹബത്തേറും അലിയാരെ പൂവി. 35 വയസ്സിൽ റബ്ബ് മുത്തായി കനിഞ്ഞുള്ള തേന്, 35 വയസ്സിൽ റബ്ബ് മുത്തായി കനിഞ്ഞുള്ള തേന്. അഹ്മദായ മുത്തുനൂറിൻ തിങ്കളായി പിറന്നു, അഹ്ലുബൈത്തിനുമ്മയായി ആലമിൽ നിറഞ്ഞു. അഹ്മദായ മുത്തുനു തിങ്കളായി പിറന്നു, അഹ്ലുബൈത്തിനുമ്മയായി ആലമിൽ നിറഞ്ഞു. അജബേറും ത്വാഹ റസൂലിൻ അയകേറും കരളിൻ കഷ്ണം അഖിലാണ്ടും പാടക്കുവാൻ കാരണക്കാരൻ നബിയുടെ കൺമണിത്തേനെ. സുബർഗത്തിൻ പൂവല്ലേ, സുബ്ഹത്തിൻ പൂങ്കതിരല്ലേ, നിഅമത്തിൽ ആരാമത്തിൽ തിങ്കളായി ലംഘുന്നോരെ, തിങ്കളായി ലംഘുന്നോരെ, തിങ്കളായി ലംഘുന്നോരെ, തിങ്കളായി ലംഘുന്നോരെ, തിങ്കളായി ലംഘുന്നോരെ. കൺമണിയായി ത്വാഹ റസൂലിൻ പൊൻകനിയായി തിങ്കൾ ഹബീബിൻ സഹ്റ ബതൂലായി വിളങ്ങി സഹ്റാബി ആയി തിളങ്ങി വാത്സല്യ നിറകുടമാണി ബീവി ഖദീജത്തുൽ കുബ്രാന്റെ ശുഭഹത്തിൻ മുത്ത് റസൂലിൻ ശറഫൊളി പോലെ. സൈനബ റുഖയ്യത്ത് ഉമ്മു കുൽസു ബീവിയുടെ മണിമുത്ത് പൊന്നുഖ്തായി സഹ്റാബി, മണിമുത്ത് പൊന്നുഖ്തായി സഹ്റാബി. സഹ്റാബി സഹ്റാബി തിരുനബിയാരുടെ സഹ്റാബി, സഹ്റാബി സഹ്റാബി തിരുനബിയാരുടെ സഹ്റാബി. ഫാത്തിമ ബീവി പൂതിയായി അലിയാര് തങ്ങൾക്ക് ആശ കൂടി. തിരുദൂതർ ചാരേ ചെന്ന് മംഗല്യക്കാരം പറഞ്ഞു നോക്കി. തിരുദൂതർ പറയുന്നു സമ്മതം മൂളുന്നു,
അലിയാർ ചിരിക്കുന്നു കൽബ് കുളിർക്കുന്നു സഹറാബി ഒരുങ്ങുന്നു മഹർ കൊടുക്കുന്നു അലിയാർ നസീബാണ് കല്യാണം ജോറാണ് ഹസനും ഹുസൈനോരും അവരിൽ പിറന്നോരാ ആലത്തിൻ മാതൃകയായി അലിയാരും ഫാത്തിമയും ഹസനും ഹുസൈനോരും അവരിൽ പിറന്നോരാ ആലത്തിൻ മാതൃകയായി അലിയാരും ഫാത്തിമയും മനമതിൽ സരളമലങ്കി വിളങ്ങി തിങ്ങും താരം കരളിലെ കരിപുളരാത്ത പരമ്പരയാണി സൂനം മനമതിൽ സരളമലങ്കി വിളങ്ങി തിങ്ങും താരം കരളിലെ കരിപുളരാത്ത പരമ്പരയാണി സൂനം. അസ്സലാമലൈക്കും. അജ്ബേറുമതു വെള്ളക്കൊട്ടാരത്തിലെ ജന്നാത്തിൽ സുൽത്താനായി വായുന്ന നൂറേ മനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ അഴകേ അഴകേ അഴകിനൊളിവേ നബിയേ നിധിയെ തണിയേ ഓ അനുഗ്രഹമേ അങ്ങ് കൽബിനൊളിവല്ലേ കനിയേ കനിയേ കനകപ്പൂവിൻ ചേലേ നബിയെ തണിയേ ഓ അതിശയമേ അങ്ങ് ആലമിൻ അജബല്ലേ അജബേറുമ വെള്ളക്കൊട്ടാരത്തിലെ ജന്നാത്തിൽ സുൽത്താനായി വായുന്ന നൂറേ മാനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ ഇഷ്കിൻ്റെ ഇശലുകൾ പാടി ഇഷ്കായി വന്നൊരു പാപി ജന്നാത്തിലെ റൗളയിലണയാൻ താനേ മുത്തിൻ്റെ കൊട്ടാരത്തിൽ മതിവോളം നോക്കിയിരിക്കാൻ മനസ്സാകെ കൊതിയും പൂണ്ട് ഞാനേ നബിയെ നബിയെ ഇഷ്കിൻ കമറേ നൂറേ നിധിയെ തണിയെ എൻ കൽബകമാലെ ഇഷ്കിൻ ബഹ്റല തീർത്തില്ലേ അഹദേ അഹദേ വിധിയെ ഗൻ റബ്ബേ മദേ പതിയെ ആ മണ്ണിൽ ചേരാൻ മനമിൽ കൊതിയുണ്ടേ അജബേറുമതു വെള്ളക്കൊട്ടാരത്തിൽ ജന്നാത്തിൽ സുൽത്താനായി വായുന്ന നൂറേ മാനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ അഴകേ അഴകേ അഴകിനൊളിവേ നബിയേ നിധിയെ തണിയേ ഓ അനുഗ്രഹമേ അങ്ങൻ കൽബിനൊളിവല്ലേ കനിയേ കനിയേ കനകപ്പൂവിൻ ചേലേ നബിയെ തണിയേ ഓ അനുഗ്രഹമേ അങ്ങ് ആലമിൻ അജബല്ലേ അജബേറുമതു വെള്ളക്കൊട്ടാരത്തിലെ ജന്നാത്തിൽ സുൽത്താനായി വായുന്ന നൂറേ മാനാറിൽ തിളങ്ങും മദീനയെ കാണാനായി മാനസം തേടുന്നു മീമേ. കുട്ടികളെ അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ്. ഒരു ദിവസം നബി തങ്ങൾ അങ്ങനെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിയെ പരിഹസിക്കാനും കളിയാക്കാനും തുടങ്ങി. ഭ്രാന്തൻ എന്നുവരെ അവർ നബി തങ്ങളെ പിടിച്ചു കളിയാക്കി. പാവൻ നബി തങ്ങൾ എല്ലാം പുഞ്ചിരിച്ചു കേട്ടു നിന്നു. അവർക്കിടയിൽ ചിലർ നബിയെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. നബിയുടെ കാലിൽ ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിച്ചു, പുന്നാര നബിയെ, ഈ കാണുന്ന വലിയ മലകൾ ഞാൻ അവർക്ക് മുകളിൽ മറിക്കട്ടെയോ? വേണ്ട ജിബ്രീലെ, അവർ അറിവിന്നാല സമുദായക്കാരാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിക്കാൻ പോകും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കടമകളും കടപ്പാടുകളും ഉണ്ട്. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും നമ്മളേറെ കടമപ്പെട്ടവരാണ്.
അത് കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയ കടമ നമ്മുടെ മാതാപിതാക്കളോടാണ്. ഭൂമിയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ കാരണം വരെ നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ പറ്റി വിശുദ്ധ ഖുർആനിൽ ആയത്തുകളുണ്ട്. അവരോട് ചെയ്യുന്ന വാക്ക് പറയരുത്. കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിക്കുക. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ട്. ഇന്ന് നാം വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പം തന്നെ മറന്നു പോവുകയും മാതാപിതാക്കൾ ഒന്നിനും കൊള്ളാത്തവരും വൃദ്ധസദനത്തിലേക്ക് തട്ടിയിടുകയും ചെയ്യുന്നു. അള്ളാഹു കാക്കട്ടെ. ആമീൻ. എല്ലാ തെറ്റിൻ്റെയും ശിക്ഷ പരലോകത്തേക്ക് നീട്ടിയാലും മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്കുള്ള ശിക്ഷ ഈ ലോകത്ത് തന്നെ അനുഭവിച്ചിട്ടല്ലാതെ മരിക്കുകയില്ലെന്ന് അഭിവാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരെ പേടിക്കണം, സ്നേഹിക്കണം, കാരുണ്യം കാണിക്കണം. ജീവിച്ചിരിക്കുന്നവരുടെ മുഖത്ത് നോക്കുമ്പോൾ എത്രയാണ് അതിന് കൂലി? അവരുടെ കാലടി കീഴിലാണ് സ്വർഗം. ആ സ്വർഗമാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ കാരണമാകട്ടെ. മരണപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണേ. എൻ്റെ കഥയുടെ പേര് ഹബീബിനെന്ത് പറ്റി. അതാ ഗബയുടെ പരിസരത്ത് ഒരു ആൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്ന് അറിയാമോ? നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങളാണത്. പ്രസംഗം കേട്ട് കാലി മൂത്ത ശത്രുക്കളിലെ ഉത്തുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ആണി തറച്ച ചെരുപ്പ് കൊണ്ട് ആഞ്ഞടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ടു വീണു. എല്ലാവരും മരിച്ചുപോയി എന്ന് കരുതി ഉറ്റവർ തങ്ങളുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവിടുത്തെ ഉപ്പയും ഉമ്മയും ഒക്കെ മാറി മാറി വിളിച്ചു. വിളി കേൾക്കുന്നേ ഇല്ല. വൈകുന്നേരമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എൻ്റെ ഹബീബ് എവിടെ? എൻ്റെ ഹബീബിനെ തെറ്റി. ബേജാറോടെ നോക്കി നിന്ന കുടുംബക്കാർക്ക് ഇത് അത്ര രസിച്ചില്ല. നീ ആദ്യം വല്ലതും കഴിക്കുക, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷെ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എൻ്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് ദാറുൽ അർഖമിൽ സുരക്ഷിതനാണ് എന്ന് വിവരമറിഞ്ഞതോടെ ഉറ്റവർ തങ്ങളവരെ അങ്ങോട്ട് എടുത്തുകൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരി പുണർന്ന് വികാരനിർഭരനായി. എന്നിട്ട് അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങക്ക് വല്ലതും പറ്റിയോ? അതായിരുന്നു അപ്പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാനാവാത്ത വിധം എത്ര സുന്ദരമാണ് ഹബീബിൻ്റെയും മഹബൂബിൻ്റെയും ഈ കഥ. നബിയോട് നമുക്കും സ്നേഹമുണ്ടാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു കഥ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Good friends, first of all, I praise Almighty for Allah who blessed me with the golden chance to stand in front of you. On this auspicious occasion of joy, I wish my sincere gratitude to you all in this opportunity. Dear brothers, we are gathered here to celebrate the birth of our beloved leader, Prophet Muhammad sallallahu alaihi wasallam. I want to make all you aware about why we are celebrating the birth of Prophet Muhammad sallallahu alaihi wasallam. Allah says in Quran, Bismillahirrahmanirrahim, wa amma bi ni'mati rabbika fa'addis, which means proclaim the grace from your Lord. So the biggest blessing we ever got from the Allah is our dearest Prophet Muhammad sallallahu alaihi wasallam. On celebrating his birth, we do talk, sing and recite about him as we are commanded. Similarly, to understand the greatness of the month and day which Muhammad sallallahu alaihi wasallam born, the history of Abu Lahab is enough for us. Abu Lahab, who got cursed by Quran itself, appeared in Abbas radiallahu anhu's dream and after his death and said, "Here the hell has severe punishment that we can't accept at all. But there will be slight relaxation on Mondays which Muhammad sallallahu alaihi wasallam was born. I freed my Suwaybatul Aslamiyya as the joy of my brother's son's birth."
This is the reason for this expression. In this day we are celebrating the Prophet sallallahu alaihi wasallam birth as we are commanded. I want to stop my little speech. Assalamu alaikum. പാരിലെ പ്രകാശമേ ഇഷ്കിലെ ഹുദാവരെ തോഹ സയ്യിദായ ദൂതരെ മീമിലെ ഹുദാ സെബി ലലിഫിലും പ്രകാശിതം മദിഹിലാകെ ചേർത്ത് തിരുവരും ആദിയാകയൂ നൂറുമകിലവും ചേർത്തിടുന്ന ഹൂദ് സയ്യിദേ പാരിലെ പ്രകാശമേ ഇഷ്കിലെ ഹുദാവരെ തോഹ സയ്യിദായ ദൂതരെ മീമിലെ ഹുദാ സെബി ലലിഫിലും പ്രകാശിതം മദിഹിലാകെ ചേർത്ത് തിരുവരും ഉന്നതി മഹോന്നതി വായ്ത്തിയുള്ള നൂറരെ ഹൃദയമിൽ കോർത്തിടുന്ന സീനത്തൊളി ഹാദി അഖിലതിൽ സമർപ്പണം നൽകിയുള്ള റൂഹരെ ലോകമെന്നു മികവിലേറ്റിയ മക്കയിൽ മികൈത്ത താജരെ മിസ്കിലാകയൂ ഗന്ധമായിടും പരിമളം പ്രശോകമായിതാ മിസ്കിലാകയൂ ഗന്ധമായിടും പരിമളം പ്രശോകമായിതാ പാരിലെ പ്രകാശമേ ഇഷ്കിലെ ഹുദാവരെ തോഹ സയ്യിദായ ദൂതരെ മീമിലെ ഹുദാ സെബി ലലിഫിലും പ്രകാശിതം മദിഹിലാകെ ചേർത്ത് തിരുവരും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളായ സുന്ദരമായ റബ്ബിൽ അവലിൻ്റെ വേദിയിൽ രണ്ട് വാക്ക് സംസാരിക്കാനാണ് വന്നത്. അല്ലാഹു തആല ഞാൻ പറയുന്നതിനാൽ സോലിയായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് മുത്തുനബിയെ സ്നേഹിക്കലാണ്. സ്വർഗത്തിൽ എത്തിപ്പെടാൻ അത് എളുപ്പമാകും. മുത്തുനബി തങ്ങളെ സ്നേഹിച്ചാൽ ഇഹലോകവും പരലോകവും രക്ഷപ്പെടും. എത്രത്തോളം മുത്തുനബിയുടെ മേൽ മുഹബത്ത് വെക്കുന്നവോ അതനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുക. മുത്തുനബി തങ്ങളോടുള്ള പ്രേമം തലയിൽ കയറിയാൽ അവർക്കൊരു വേദനയും ഉണ്ടാവില്ല. അതിനായി ധാരാളം സ്വലാത്ത് ചൊല്ലുക. മുത്തുനബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആമീൻ. വആഖിർ ദഅ്വാന അനിൽ അൽഹംദുലില്ലാഹി സോലിഹീൻ. അസ്സലാമു അലൈക്കും. മദീനയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറ ഹബീബല്ലാഹ്. പാവനിദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറ ഹബീബല്ലാഹ്. പാവനിദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. അഞ്ഞത മൂടിയ നാട്ടിലെന്നേ ഉദിച്ചവരല്ലേ, ആരാരും കണ്ടാൽ കണ്ണെടുക്കാതെ നോക്കുന്ന വജികല്ലേ. അല്ലമീരെന്നൊരു ഓമന നാമത്തിൽ വളർന്നവരല്ലേ, ആരെയും നോക്കി പുഞ്ചിരി തൂകുന്ന മുത്തു റസൂലല്ലേ. റുവെടുക്കും മുമ്പേ പുണ്യമദീനയിൽ ചെന്നണയണം, റഹ്മത്തോടെ ചെന്ന് മുത്തിൻ്റെ ചാരെ സലാം ചൊല്ലിടണം. ജന്നത്തിൽ ചെന്നേ മുത്തിൻ്റെ ചാര ചേർന്നിരിക്കണം, അവിടുത്തെ കൈകൾ നിന്നേ ഹൗലിൻ വെള്ളം കുടിക്കണം. മിന്നും മദീനയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലുള്ളാഹ്, മദീന്റെ വരികൾ ചേർത്തിടാം നൂറ ഹബീബല്ലാഹ്.
പാവനിദീനിന്റെ കാവലായി വന്ന റസൂലുള്ള, പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച റസൂലുള്ള. അസ്സലാമു അലൈക്കും. നബിയല്ലേ എന്നും എന്നോ കനവിൽ ചിരി തൂകും നബിയല്ലേ, എന്നും എന്നോ കൽബിൽ ഒരു വീശും നബിയല്ലേ, എന്നും എന്നോ കനവിൽ ചിരി തൂകും നബിയല്ലേ, ഉലകല്യാകം പടച്ചവന്റെ മുത്തിനൂറല്ലേ, ഉടകലയാകം അനുഗ്രഹങ്ങൾ ചെയ്യും നൂഹല്ലേ, ഇടനെഞ്ചിൻ ചാരും നബിയുള്ള ഇടയോഗം വാരും സല്ലല്ല, ഇടനെഞ്ചിൻ ചാരും നബിയുള്ള ഇടയോഗം വാരും സല്ലല്ല. ആയിയാസിമി ജബിനു ഇയാഇമി, ആയിയാസിഹി ജബിനു ഇയാഇമി, എന്നും എന്നും കൽവിൽ ഒരു വീശും നബിയല്ലേ, എന്നും എന്നും കനവിൽ ചിരി തൂകും നബിയല്ലേ, എന്നും എന്നും കനവിൽ ഒരു വീശും നബിയല്ലേ. അസ്സലാമു അലൈക്കും. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, വിസ്മയിക്കും മദ്ഹിൻ നിശലുകൾ തുടങ്ങിയിടുന്നേ, വിശ്വാസത്തിൽ സുഗന്ധങ്ങൾ നിശ്വാസത്തിൽ പടർന്നു, വിശാലമരുഭൂമിൽ കുളിർമഞ്ഞു പൊഴിഞ്ഞു, മതമില്ലാത്തൊരു സ്നേഹഭവനങ്ങൾ ഒരുങ്ങി, മുത്തേ മദ്ഹിൻ നിശൽ കൊട്ടിപ്പാടും തകർമിതാളം. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, വിസ്മയിക്കും മദ്ഹിൻ നിശലുകൾ തുടങ്ങിയിടുന്നേ, ബിസ്മിയും ഹംദും സലാത്തും സലാമോതുന്നേ, വിസ്മയിക്കും മദ്ഹിൻ നിശലുകൾ തുടങ്ങിയിടുന്നേ. അഹദത്തിലെ അലിഫ് അലിഫില മഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ല, അലിമാക്കലെ കുത്തുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ല, അളകൂറ്റല കുറി ബിസ്മില്ല. അഹദത്തിലെ അലിഫ് അലിഫില മഗമിയം അലിഫാക്ഷര പൊരുൾ ബിസ്മില്ല, അലിമാക്കലെ കുത്തുബനുദിനം ഖുർആനിൽ അളകൂറ്റല കുറി ബിസ്മില്ല, അളകൂറ്റല കുറി ബിസ്മില്ല. മുത്ത് നബിയുടെ ഓമന പുത്രി ഫാത്തിമത്ത് സുഹ്റ, മുത്ത് അലിയൻ ഉത്തമ മണവി ഫാത്തിമത്ത് സുഹ്റ ബീവി ഫാത്തിമത്ത് സുഹ്റ. കത്തുന്ന കർബല ഭൂമി കറങ്ങിടുന്നേ, കഥയത് കണ്ട് കാറ്റുകാടൽ പോലും സ്തംഭിച്ചെന്നിടുന്നേ. സിറിയിലെ രാജൻ അസീസിനാരംഭ സൗജത്ത്, മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി, ഇശുക്കടലിൻ്റെ മൂസ കൂട്ടി കരഞ്ഞല്ലോ, ഇമ്പക്കനി യൂസുഫ് നബിയിൽ ഇറഞ്ഞല്ലോ. തരുണി മണി ബീവി ഖദീജ മാളിക മുകളിൽ കേറിയിരുന്ന് തിരുത്വാഹ നബിയുടെ വരവിനെ കാണാൻ തുനിയുന്നേ, തരണം പീതാവൂരെ ഉങ്കളൊഴികയിൽ കാളത്തിലാരും എനിക്കില്ലല്ലോ, ഭരണത്താലേശം നിയമത്തുണ്ടെന്നാലും ബാവയെ നീക്ക് സുഖമില്ലല്ലോ. അകലുഹകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ, അകലോകാരണമുത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ഭീകരം ബഹുദൈവത്വം
വാണിടുന്ന കാലഘട്ടം ഭീകരം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം വീര്യമുള്ള മനുഷ്യത്വം വേരെടുത്ത സമയത്തിലെത്തി മരുഭൂമി മക്ക നാട്ടിൽ ഹാഷിം ഖുറൈശി വീട്ടിൽ അലങ്കാരം മുഹമ്മദ് പേരുള്ളിവാലെ പണ്ട് പായ കപ്പലിലേറി വന്നതാണേ ദീനം കൊണ്ടുവന്നത് മാലിക് ബിനു ദിനാറാണേ ആകലോകാരണമൊത്തൊളി യാ റസൂലേ എന്നും ആദിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ തിരുത്വാഹ മൂത്ത് റസൂലുള്ളാന്റെ തരുണാറ്റൽ പൂമകളായ നല്ല സുരലോകറാണി ബി ഫാത്തിമാന്റെ ശറഫേറും കല്യാണ ചേല് ചൊല്ല ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ അലി ഹൈദരിൻ പ്രിയ വിടർ ഫാത്തിമ ആശിച്ചൊരു റുമാൻ പഴം തെന്തോവാത് പോമാരനോട് പറഞ്ഞു വാങ്ങാനുണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാനട കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാനട കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാങ്ങാര് എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യജകനായെന്നോ ആദം നബി മുതൽ അഹദവനേകിയ ജീവിത പദ്ധതിയാണ് ഇസ്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാക്കിയ ദീൻ ഇസ്ലാം ആദം നബി മുതൽ അഹ്വരനേകിയ ജീവിത പദ്ധതിയാണ് ഇസ്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാക്കിയ ദീൻ ഇസ്ലാം യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായ യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മയവില്ലൊളിവായി നിലയായി യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായ യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ ഒളിവായി നിലയായി കൊതിക്കൊണ്ട് കരള് കൊതിക്കുന്ന കലമാൻമീയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണ് രാജാത്തി ഏതാണ് രാജാത്തി പൂരനോട് ഇരവും പകലും തേടി ഖലീലായി ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി ഇലാഹായ പൂരനോട് ഇരവും പകലും തേടി ഖലീലായി ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. അസ്സലാമു അലൈക്കും.